CPIM നേതാവ് വി ദക്ഷിണാമൂർത്തിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിലെ പാലേരിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യം സംഭവിച്ചത്. ഇന്നലെയും ഇന്നുമായി പൊതുദർശനത്തിൽ വെച്ച ഇടങ്ങളിലെല്ലാം നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയത്. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? CPIMന്റെ മുതിർന്ന നേതാവ് വി ദക്ഷിണാമൂർത്തിയുടെ മൃതദേഹം സംസ്കരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പാലേരിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ പുരോഗമിക്കുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അധ്യാപകനായും ട്രേഡ് യൂണിയൻ നേതാവായും ഒക്കെ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരാണ് ഇന്നലെ മുതൽക്കേ തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നത്. അവിടെ നിന്നുള്ള സംസ്കാര ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ നഷ്ടമാണ് പാർട്ടിക്കും സാധാരണ ജനങ്ങൾക്കും വി ദക്ഷിണാമൂർത്തിയുടെ മരണത്തോടെ ഉണ്ടായിരിക്കുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാർട്ടി നേതാക്കളടക്കം പ്രതികരിച്ചിരുന്നത്. സിജു കണ്ണൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. സിജു, അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം അന്തരിച്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ദക്ഷിണാമൂർത്തിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുന്നത്. ഇന്ന് രാവിലെ 8:30 മുതൽ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആസ്ഥാനമായ CH കണാരൻ മന്ദിരത്തിൽ നിന്ന് വിലാപയാത്രയായാണ് മൃതദേഹം പാലേരി ജന്മനാട്ടിലെത്തിച്ചത്. അതിനിടയിൽ CPIM പേരാമ്പ്ര ഏരിയ കമ്മിറ്റി ഓഫീസിലും അദ്ദേഹം ദീർഘകാലം അധ്യാപകനായി ജോലി ചെയ്ത വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. കോഴിക്കോടിന്റെ സ്പന്ദനങ്ങൾ അതേപോലെ അറിയുന്ന കോഴിക്കോട് ജനങ്ങളുമായി ഏറെ ഹൃദയബന്ധം പുലർത്തിയിരുന്ന ജീവിതത്തിൽ ലാളിത്യം എന്നും കൈമുതലായി സൂക്ഷിച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അതേപടി ജീവിതത്തിലും പകർത്തിയ ഒരു നേതാവായിരുന്നു വി ദക്ഷിണാമൂർത്തി. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജനങ്ങളുമായുള്ള ബന്ധം തെളിയിച്ചുകൊണ്ട് തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ ഇദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ കോഴിക്കോട്ടെ CPIM ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്തും അതോടൊപ്പം ഇന്ന് പൊതുദർശനം നടന്ന സ്ഥലങ്ങളിലും എത്തിയിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, തോമസ് ഐസക് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ദക്ഷിണാമൂർത്തിയുടെ മുദ്രാവാക്യത്തിൻ്റെ അകമ്പടിയോടെയാണ് നാട് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. സിജു കണ്ണനിലേക്ക് ചേരുകയാണ്. സിജു, കോടിയേരി അടക്കമുള്ള CPIMന്റെ പ്രമുഖ നേതാക്കൾ അവിടെയുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ?
സൗമ്യ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് കോടിയേരി ബാലകൃഷ്ണൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്തെത്തിയത്. അവിടെ എത്തി റീത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഖാവിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. CPM അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷം വിലാപയാത്രയായാണ് ജന്മനാടായ പേരാമ്പ്രയിലെ പാലേരിയിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചത്. ഇതോടൊപ്പം ഭൗതിക ശരീരം വെച്ചുകൊണ്ടുള്ള വിലാപയാത്രയോടൊപ്പം കോടിയേരി ബാലകൃഷ്ണനും അതോടൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇളമരം കരീം, വിജയരാഘവൻ തുടങ്ങി പ്രമുഖരായ നേതാക്കൾ ഈ വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു. ഓരോ സ്ഥലങ്ങളിലും നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. അധ്യാപക സർവീസ് സംഘടനാ രംഗത്തും അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ രംഗത്തുമെല്ലാം നേതൃനിരയിൽ നിന്നുകൊണ്ട് വർഷങ്ങളോളം പ്രവർത്തിച്ച നേതാവാണ് ദക്ഷിണാമൂർത്തി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയും പിന്നീട് KSYF-ന്റെ ജില്ലാ നേതൃത്വത്തിലെത്തുകയും ചെയ്തു. അതിനുശേഷം അധ്യാപകനായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ചു. ഈ സമയത്ത് അധ്യാപക സർവീസ് സംഘടനാ രംഗത്ത് സജീവമായ ഒരു സാന്നിധ്യമായി നിലകൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് 26 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം 1982-ലാണ് സ്വയം വിരമിച്ച ശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. അന്ന് തന്നെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് കോഴിക്കോട് ജില്ലയിൽ CPM-ന്റെ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സജീവമായി രംഗത്ത് നിന്ന ഒരു നേതാവ്. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും അവരോടൊപ്പം മുന്നിൽ നിന്ന് സമര പോരാട്ടങ്ങൾ നയിക്കുന്നതിനും എല്ലാ കാലത്തും ദക്ഷിണാമൂർത്തി മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഹൃദയബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവ്. ജനങ്ങൾക്ക് ദക്ഷിണാമൂർത്തി മാഷിനോടുള്ള ഒരു ആത്മബന്ധം തെളിയിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും വിവിധ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്ത് പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. കാരണം പ്രതീക്ഷിച്ചിരുന്നതിലും കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യം. ആയിരക്കണക്കിന് ആളുകൾ മണിക്കൂറുകളോളം കാത്തിരുന്ന പ്രിയപ്പെട്ട സഖാവിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങിന്റെ അവസാന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിതയ്ക്ക് തീ കൊളുത്തി കഴിഞ്ഞു. ഇവിടെ എത്തിയിരുന്ന സഖാക്കൾ, ദക്ഷിണാമൂർത്തി മാഷിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സഖാക്കൾ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് അവസാനമായി ആ യാത്രാമൊഴി നൽകിയത്. സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള സമര പോരാട്ടങ്ങളിലെല്ലാം തന്നെ സജീവമായി നിലകൊണ്ടുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളെ ഒരു ആശയത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു കൊടിക്കൂറയ്ക്ക് കീഴിൽ അണിനിരത്തുന്നതിന് വേണ്ടി എന്നും നിലകൊണ്ടു. അദ്ദേഹം കാണിച്ച CPM മാർക്സിസ്റ്റ് ദർശനങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം പാർട്ടിയിൽ കൂടുതൽ യുവതലമുറയെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള സജീവമായ ഇടപെടലുകളും. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. VV ദക്ഷിണാമൂർത്തിയുടെ മൃതദേഹം സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം നടന്നത്.